പ്രിയപ്പെട്ടവരെ നമസ്കാരം. അഗ്രോ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പച്ചക്കറിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. നമ്മുടെ അടുക്കളത്തോട്ടത്തിൻ്റെ ഒരു ഭാഗമാണല്ലേ നമ്മൾ പച്ചക്കറി നട്ടു വളർത്തുന്നത്. ഞാൻ എപ്പോഴും പറയും, പച്ചക്കറികൾ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ പ്രധാനമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്കും നല്ല ആരോഗ്യത്തിനും പച്ചക്കറികൾ അനിവാര്യമാണ്. ഇതിനകത്ത് ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പല വിധത്തിലുള്ള പച്ചക്കറികളിലും ധാരാളം പോഷകങ്ങൾ, നാരുകൾ, വിറ്റാമിനുകൾ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആരോഗ്യ വ്യവസ്ഥ നന്നാക്കാനും രോഗപ്രതിരോധ ശേഷി ഉണ്ടാകാനും നമ്മൾ പച്ചക്കറി അത്യന്താപേക്ഷിതമായിട്ട് കഴിക്കണം. കൊച്ചു കുട്ടികളാണേൽ, ഇപ്പോഴത്തെ കുട്ടികളൊന്നും പച്ചക്കറികൾ കഴിക്കത്തില്ല. അവരെ നിർബന്ധിച്ച് വേണം നമ്മൾ കഴിപ്പിക്കാൻ. പല രീതിയിൽ അവർക്ക് പച്ചക്കറികൾ കൊടുക്കണം. നമുക്കറിയാം, കൊച്ചു കുട്ടികൾക്കൊക്കെ നമ്മളൊരു 5-6 മാസം ആകുമ്പം ആപ്പിൾ വേവിച്ച് കൊടുക്കും, അതുപോലെ ഉരുളക്കിഴങ്ങ് വേവിച്ച് കൊടുക്കും, ക്യാരറ്റ് അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ അത് കൊച്ചിലെ മുതലേ അവരെ ശീലിപ്പിച്ച് കൊണ്ടുവരണം. പച്ചക്കറികൾ ധാരാളമായിട്ട് അവർക്ക് കൊടുക്കണം. ഈ മീനും മുട്ട നല്ലതാണ്, പക്ഷേ മീനും ഇറച്ചിയും ഒക്കെ കൂടുതലായിട്ടുള്ള ഉപയോഗം നമ്മൾ കുറയ്ക്കണം. പ്രായമായവരാണെങ്കിലും അതിൻ്റെ ഉപയോഗം വളരെയധികം കുറയ്ക്കണം. മാംസ്യത്തിൻ്റെ ആവശ്യം നമുക്ക് ബോഡിയിൽ വേണം. എന്നിരുന്നാലും നമ്മുടെ ലോകാരോഗ്യ സംഘടന പറയുന്നത് 350 ഗ്രാം പച്ചക്കറി നമ്മൾ ഒരു ദിവസം കഴിക്കണമെന്നാണ്. പക്ഷേ നമ്മുടെ കേരളീയർ ഒരു 50 ഗ്രാം പച്ചക്കറിയെ മിനിമം അവരുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. അതും പച്ചയായ പച്ചക്കറി കഴിക്കുമ്പോഴത്തേക്കിന് നമ്മുടെ ദഹന വ്യവസ്ഥ നന്നാകുന്നുണ്ട്. നമുക്ക് പലവിധത്തിലുള്ള ആസിഡിക് പ്രശ്നങ്ങൾ മാറുന്നു. അതുകൊണ്ട് എന്തിരുന്നാലും നമ്മുടെ വീട്ടുവളപ്പിൽ ശുദ്ധമായ പച്ചക്കറികൾ ലഭ്യമാകുന്ന രീതിയിൽ നിങ്ങൾ ഓരോരുത്തരും അടുക്കളത്തോട്ടം ഉണ്ടാക്കണം. ഇപ്പം ധാരാളം ആൾക്കാർ, അത് ജോലിയുള്ള പുരുഷന്മാർ വരെ ഇവിടെ വന്നിട്ട് ധാരാളം പച്ചക്കറി തൈകൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. കാരണം ഇപ്പം വിത്ത് ഇട്ട് മുളപ്പിച്ച് ചിലപ്പം കിളിക്കത്തില്ല, അല്ലെ എന്തെങ്കിലുമൊക്കെ കൊണ്ടത് റെഡിയാകാതെ വരുമ്പോഴത്തേക്കാണ് ഈ പച്ചക്കറി തൈകളാണ് എളുപ്പം നമുക്ക് നട്ടു ഒരാഴ്ച കൊണ്ട് നല്ലൊരു വലിപ്പം വെക്കും. അതുകൊണ്ട് എല്ലാവരും പച്ചക്കറി തൈകൾ ആണ് ഉപയോഗിക്കുന്നത്. പല നേഴ്സറികളിലും കിട്ടും. അപ്പം നമ്മുടെ വരുന്ന തലമുറയിലും പച്ചക്കറികളും നാരടങ്ങിയ ഭക്ഷണങ്ങളും പച്ചയായ ഭക്ഷണങ്ങളും പച്ചക്കറികളൊക്കെ കഴിക്കാനായിട്ട് അവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം, കുട്ടികളെ. അപ്പോൾ ഒരു ദിവസമെങ്കിലും ഒരു ക്യാരറ്റ് കഴിച്ചാൽ കണ്ണിൻ്റെ കാഴ്ച മെച്ചപ്പെടും. അതുപോലെ നെല്ലിക്ക, പേരയ്ക്ക ഇവയൊക്കെ ധാരാളമായിട്ട് ഭക്ഷിക്കുക. അപ്പോൾ ഇനിയും ധാരാളം ആൾക്കാരിലേക്ക് ഈ അറിവ് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല ഒരു ആരോഗ്യമുള്ള തലമുറയെ നമുക്ക് സൃഷ്ടിക്കുക ഇതിലൂടെ, അല്ലേ? ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം, ഈ ജീവിതശൈലി രോഗമൊക്കെ വരുന്നതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പച്ചക്കറികൾ ഉപയോഗിക്കുന്നതിൻ്റെയും ഇലക്കറികൾ ഉപയോഗിക്കുന്നതിൻ്റെയും ഒക്കെ അഭാവമാണ്. നമുക്ക് കൂടുതൽ കാശ് കൊടുത്ത് നമ്മൾ വാങ്ങിക്കണമെന്നില്ല. നമ്മുടെ തൊടിയിൽ തന്നെ എന്തെല്ലാം നട്ടുപിടിപ്പിക്കാൻ പറ്റും. പപ്പായ എത്രണ്ണം വെക്കാൻ പറ്റും. പപ്പായൊക്കെ എന്തുമാത്രം ഔഷധ ഗുണമുള്ളതാണ്. 2-3 വാഴ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് എന്തുമാത്രം പഴങ്ങൾ ലഭിക്കും. നല്ല പൊട്ടാസ്യം ധാരാളമുണ്ട് വാഴപ്പഴത്തിൽ. അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ നന്നായിട്ട് ചെയ്യുന്നവരുണ്ട്. ഉദ്യോഗസ്ഥരായിട്ടുള്ള, അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഗവൺമെൻറ് എംപ്ലോയീസും പ്രൈവറ്റായിട്ടുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ അവരുടെ മട്ടുപ്പാവിലും ഒക്കെ നന്നായിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാർ ധാരാളമുണ്ട്. ഇതൊന്നുമില്ലാതെ വെറുതെ അലസരായിട്ടിരിക്കുന്ന കുറേയധികം ചെറുപ്പക്കാരുണ്ട്. അവർ തിരിച്ച് കൃഷിയിലേക്ക് വരണം. നമ്മുടെ വീട്ടിൽ നമുക്ക് പര്യാപ്തമായ സ്ഥലത്ത് ധാരാളം പച്ചക്കറികൾ നമുക്ക് നട്ട് എടുക്കാം എന്നുള്ളൊരു മനോഭാവം എല്ലാവരും ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടിയാണ് എൻ്റെ ഈ എളിയൊരു ശ്രമം. നിങ്ങളെല്ലാവരും എന്നോട് സഹകരിക്കണം. ഓക്കെ.